അൻവറിന് പിന്നിൽ കോൺഗ്രസ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുമുന്നണി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരൊക്കെ കൊമ്പുകുലുക്കി വന്നാലും ജനങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്ത് മുന്നോട്ട് പോകും. പ്രതിരോധം തുടർന്നു പോകണമെന്ന് പ്രവർത്തകരോട് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്ത MV ഗോവിന്ദൻ. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിന്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. വർഗീയവാദത്തിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന UDFന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്ത് ഇസ്ലാമും, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന SDPIയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് CPIഎമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ആരൊക്കെ കൊമ്പ് കുലുക്കി മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല. അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ്.